ഹലോ മക്കളെ, സൈലത്തിൻ്റെ റിപ്പീറ്റേഴ്സ് ബാച്ചാണെന്ത് സൈലത്തിൻ്റെ ഓൺലൈൻ ഫിനിക്സ് ബാച്ച്. അപ്പോൾ ആ ഫിനിക്സ് ബാച്ചിനെ കുറിച്ച് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയിലുണ്ടാകും. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നമ്മൾ ഈ ഒരു അക്കാഡമിക് ഇയറിൽ കടന്നു പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയാം, നിങ്ങൾ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്ത മക്കളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ തിയറി എല്ലാം പറയും, പക്ഷെ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ കൺസെപ്റ്റുകൾ എന്ത് ചെയ്യുക, പഠിപ്പിക്കുക. ഒരു ചാപ്റ്റർ ഫോർ എക്സാമ്പിൾ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആണെങ്കിൽ തിയറി എല്ലാം പറയും, പക്ഷെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കും, ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും കൊടുക്കും. കാരണം ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചെടുക്കേണ്ടത്. കാരണം നിങ്ങൾ ഒരു വർഷം പഠിച്ച കുട്ടികളാണല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഒരു അക്കാഡമിക് ഇയർ ഞാൻ എന്ത് ചെയ്യാം ഒന്ന് പറഞ്ഞു തരാം. ഈ ഒരു വർഷം നിങ്ങൾ കടന്നു പോകുന്ന പ്ലാൻ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പറയാം. നമ്മൾ ജൂലൈ ക്ലാസ് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. ജൂലൈ ഫോർ കെമിസ്ട്രിയിലെ കാര്യത്തിലൊക്കെ പറയുകയാണെങ്കിൽ സം ബേസിക് സ്ട്രക്ചർ ഓഫ് ആറ്റം സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററൊക്കെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആക്കും. അതേപോലെ ഫിസിക്സിൽ ഒരു ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ ജൂലൈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഓഗസ്റ്റും അതേപോലെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ജാനുവരി ആകുമ്പോൾ നിങ്ങൾ ടോപ്പിക് എന്ത് ചെയ്യും, എൻ്റർലി എന്താകും, കംപ്ലീറ്റ് ആവും. അപ്പോൾ ഏകദേശം നമുക്ക് ജാനുവരി കഴിഞ്ഞാൽ തന്നെ ബാക്കി എത്ര സമയമുണ്ട്, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, പിന്നെ മെയ് ഫസ്റ്റ് വീക്കായിരിക്കും നിങ്ങൾ എക്സാം ഉണ്ടാവുക. അപ്പോൾ ഏകദേശം ഒരു 3-3.5 മാസം നമുക്ക് പിന്നെ റിവിഷൻ ചെയ്യാൻ എന്തുണ്ട്, സമയമുണ്ട്. അപ്പോൾ എത്രത്തോളം ടോപ്പിക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആകുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം അല്ലേ. അപ്പോൾ റിവിഷൻ പ്രോഗ്രാം എങ്ങനെയായിരിക്കും എന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിലൂടെ എന്ത് ചെയ്യാം പറയാം. ഞാൻ പറഞ്ഞു ജാനുവരി നമ്മളെ ക്ലാസ് ഉണ്ടാവും, അവസാനിക്കും. ജാനുവരിക്ക് ശേഷം അവിടെ എന്തുണ്ട്, നിങ്ങൾ പിന്നെ ക്ലാസ്സിന് ശേഷം നിങ്ങൾ പിന്നെ സ്വന്തമായിട്ട് നിങ്ങൾ പഠിക്കാൻ പറ്റില്ലല്ല, പിന്നെ ഈ ടോപ്പിക്ക് തന്നെ റിവിഷൻ, അതായത് ഓരോരോ ചാപ്റ്ററിനും 2 മണിക്കൂർ വീതം XPL നീറ്റ് എന്ന് പറയും, സൈലം പ്രീമിയർ ലീഗ് നീറ്റ് എന്നാണ് അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോരോ ചാപ്റ്ററും 2 മണിക്കൂർ വീതം അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചെയ്യിപ്പിച്ചിട്ട് വീണ്ടും ആ ചാപ്റ്റർ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓർത്തെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഏകദേശം ഏപ്രിൽ ആവുന്ന സമയത്ത് വീണ്ടും ക്രാഷ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യണം എന്ന് ഒരിക്കലും നമ്മൾ പറയൂല. അതായത് റിവിഷൻ വേണ്ടവർക്ക് മാത്രം എന്ത് ചെയ്താൽ മതി, ആ ക്രാഷ് പ്രോഗ്രാം എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി. ആ സമയത്ത് ഫുൾ പ്രീ നീറ്റ് മോക്ക് എക്സാം സീരീസുകൾ ഉണ്ടാവും. അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നിങ്ങൾ കുറേ തവണ തിയറി വായിച്ചിരിക്കല്ല വേണ്ട. ശരിക്കും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് ഒരു പ്രാവശ്യം തിയറി പഠിക്കുക, പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക, പിന്നെ എക്സാമുകൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ആ എക്സാം എഴുതുക, ആ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ലാസ്റ്റ് ക്രാഷ് പ്രോഗ്രാം ഒന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണമെന്ന് ആരും പറയൂല. അത് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം എഴുതാൻ വേണ്ടി മാക്സിമം ടൈം എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി നമുക്ക് ഈ ഒരു അക്കാഡമിക് ഇയറിൽ ഉണ്ടാവുക. ജൂലൈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ജാനുവരി ക്ലാസ് അവസാനിക്കും, പിന്നെ ജാനുവരി തൊട്ട് ഒരു റിവിഷൻ പ്രോഗ്രാം ഉണ്ടാകും മാർച്ച് വരെ, പിന്നെ മാർച്ച് തൊട്ട് ഏപ്രിൽ വരെ വേറൊരു റിവിഷൻ പ്രോഗ്രാം ഉണ്ടാവും. അത് നിർബന്ധമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം ആ ഒരു ഏപ്രിൽ സമയത്ത് ഫുൾ എക്സാം, അതായത് നീറ്റ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് അതേപോലെയുള്ള ഫുൾ എക്സാമുകൾ ഉണ്ടാകും. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതൊരിക്കൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഉണ്ടാവുക. പിന്നെ സൈലത്തിൻ്റെ എക്സാമിനെ കുറിച്ച് നമ്മൾ ആൾറെഡി ഒരു വീഡിയോ പോയിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ടൊന്ന് പറയാം. അതായത് 4 എക്സാമുകളാണ് നിങ്ങൾക്ക് പൊതുവെ ഉണ്ടാവുക. ഒന്ന് സാറ്റ് എക്സാം എന്ന് പറയും, അതായത് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ എക്സാം. പിന്നെ വീക്ക്ലി എക്സാം, അതായത് ഒരു വീക്കിന് ശേഷം എത്ര ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത് ആ ടോപ്പിക്ക് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ട് തരുന്നുണ്ട്. പിന്നെ ഗ്രാൻഡ് ടെസ്റ്റ്, അതായത് ഫിസിക്സിലും കെമിസ്ട്രിയിലും സോളജി ബോട്ടണിയിലൊക്കെ ഒരു 4 to 5 ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആക്ച്വൽ നീറ്റ് പാറ്റേൺ, നീറ്റ് എങ്ങനെയാണോ ചോദിക്കുന്നത് അതേ ടൈപ്പ് ചോദ്യം, അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും വെച്ചിട്ടുള്ള എക്സാം ആണെന്ത്, ഗ്രാൻഡ് ടെസ്റ്റ്. അതിനുശേഷം നിങ്ങൾക്ക് ഇനി ഓഫ്ലൈനായിട്ട് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സൈലത്തിൻ്റെ ഏറ്റവും എക്സ്ക്ലൂസീവ് എക്സാം ആണെന്ത്, GIB, ആക്ച്വൽ നീറ്റ് പാറ്റേണിൽ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. കേരളത്തിലുള്ള എല്ലാ സ്റ്റുഡൻസുമായിട്ടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ GIB എക്സാം എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു അക്കാഡമിക് ഇയറിൽ ഉണ്ടാവുക. അപ്പോൾ ഒന്നും പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, എഫേർട്ട് കൊടുക്കുക, ഈ സിസ്റ്റം കറക്റ്റ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക, ടെൻഷൻ ഇല്ലാണ്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അതാണ് ഏറ്റവും മെയിൻ. ടെൻഷൻ ഇല്ലാണ്ട് നിങ്ങൾ എത്രത്തോളം അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റുന്നുണ്ടോ അവർക്ക് ഈ എക്സാം എന്ത് ചെയ്യാൻ പറ്റും, കൂളായിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട. നമ്മൾ ആൾറെഡി അഡ്മിഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ക്ലാസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെക്കോർഡറായിട്ട് ക്ലാസ് കാണാനൊക്കെ പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബാച്ചിൽ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. നമുക്ക് ലൈവിൽ വെച്ച് കാണാം. അതുവരെ